എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിലോട്ടുള്ളൊരു ഡ്രൈവിലാണ്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് നിന്ന് കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 18 കിലോമീറ്ററോളം നീളമുള്ള ബൈപ്പാസ്. മുഴപ്പിലങ്ങാടിൽ നിന്നും അഴിയൂരേക്കുള്ള യാത്ര തലശ്ശേരി മാഹി നഗരങ്ങളിലൂടെ 1 മണിക്കൂറിൽ പരം എടുക്കുന്ന യാത്ര ഏകദേശം 20 മിനിറ്റിലേക്ക് ചുരുക്കുന്ന ബൈപ്പാസാണിത്. 6 വരി പാതയാണ്. 2 വശങ്ങളിലുമായിട്ട് 3 വരി വീതം. സ്പീഡ് ലിമിറ്റ് 80 കിലോമീറ്ററാണ്. 2 സൈഡിലും സർവീസ് റോഡുകളുണ്ട്. ഈ ബൈപ്പാസിലുള്ള യാത്ര ടോളുണ്ട്. ഒരു സൈഡിലേക്ക് 75 രൂപയാണ് ടോൾ റേറ്റ്. വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് ഈ ബൈപ്പാസിലൂടെ. കാരണം നമുക്ക് കേരളത്തിൽ റോഡുകളിലൂടെ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളൊരു യാത്ര നമ്മളൊട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. നമ്മളിപ്പോൾ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലാണ് ഉള്ളത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഴയിലെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. എന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ പാലത്തിൽ കൂടെ ഉള്ളത്. എന്നിട്ട് ടോളിനെ കുറിച്ച് പറഞ്ഞപ്പം ഇത് മേലൂരേക്കുള്ള എക്സിറ്റാണ്. മേലൂർ ടൗണിലേക്കുള്ള എക്സിറ്റാണ്. ഇതിൽ നിന്നിറങ്ങി നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മേലൂർ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയെക്കുറിച്ചാണ്. നാഷണൽ ഹൈവേ 66 പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലൂടെയുള്ള യാത്ര ഇതേപോലെ മനോഹരമായിരിക്കും. വളരെ സുന്ദരമായിട്ടൊരു യാത്ര. ഈ ബൈപ്പാസ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ്. പല വണ്ടികളും ഓവർ സ്പീഡിലാണ് ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓവർ സ്പീഡ് കാരണം ഡിവൈഡറിലൊക്കെ ഇടിച്ച് വണ്ടികൾ മറിഞ്ഞിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. ഏകദേശം 40 വർഷത്തിൽ പരമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങളും കേരളത്തിലും അതേപോലെ തന്നെ മാഹിയിലൊക്കെ ഉണ്ടായിരുന്നു. 40 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു റോഡ് യാഥാർത്ഥ്യമായത്. സ്പീഡ് ലിമിറ്റ് ഞാൻ പറഞ്ഞത് കാറിനൊക്കെ 80 കിലോമീറ്റർ സ്പീഡും ട്രക്കിന് 60 കിലോമീറ്റർ സ്പീഡുമാണ് ഈ ഹൈവേയിലുള്ള സ്പീഡ് ലിമിറ്റ്. പിന്നെ ലൈൻ മാറുന്നത് വളരെ ശ്രദ്ധിക്കണം. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർ നിർത്തിയിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്ന സംവിധാനമാണ്. 1-2 സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ ഇങ്ങനെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്ന സംവിധാനം നമുക്ക് കാണാം. ഫാസ്ടാഗ് ഉണ്ടായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ പ്ലാസയിലേക്ക് വാഹനം കടന്നു ചെല്ലുമ്പോൾ ഫാസ്ടാഗ് റീഡ് ചെയ്യുകയും അനായാസം നമുക്ക് വാഹനം കടന്നു പോകാനും പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ടോൾ പ്ലാസയിൽ പൈസ പേ ചെയ്യാവുന്നതാണ്. ഇത് കുയ്യാലിപ്പാലാണെന്ന് തോന്നുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള എക്സിറ്റാണ്. ഇതിലൂടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് നമ്മുടെ തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് മുമ്പിലൂടെ പിണറായി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന റോഡിലേക്കാണ്. ടോൾ പ്ലാസ 700 മീറ്റർ അകലെയാണ് ടോൾ പ്ലാസ. രണ്ട് സൈഡിലും സർവീസ് റോഡുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു സർവീസ് റോഡുകൾ രണ്ട് സൈഡിലുണ്ട്.
നമ്മൾ ടോൾ പ്ലാസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോൾ പ്ലാസയിൽ 2 ലൈനേ ഉള്ളൂ. ബേസിക്കലി ഒന്ന് പിന്നെ കാറുകൾക്കും മറ്റേത് ട്രക്കുകൾക്കും ബസ്സുകൾക്കുമായിട്ടാണ്. നമ്മൾ ടോൾ പ്ലാസയിലെത്തി. ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഫാസ്ടാഗ് റീഡ് ചെയ്ത് ഗേറ്റ് ഓപ്പണായി. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നല്ല മഴക്കാറുണ്ട്. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് കാരണം സെപ്റ്റംബർ മാസത്തിൽ നല്ല മഴയാണ് കേരളത്തിൽ. എന്താണൊരു കാഴ്ചയല്ലേ ആ മേഘങ്ങളുടെയൊക്കെ, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. നമ്മൾ ഈ ബൈപ്പാസിൽ ലൈൻ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അതേപോലെ തന്നെ നമ്മൾ ലൈൻ മാറുമ്പം ഇൻഡിക്കേറ്റർ കേട്ട് വേണം ലൈൻ മാറാൻ. അല്ലെങ്കിൽ പുറകിൽ വരുന്ന വണ്ടി വളരെ സ്പീഡിൽ വരുന്ന വണ്ടികളായിരിക്കും, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ഉയരമുള്ള കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി ആണ് ഈ ബൈപ്പാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് സൈഡിലെ സർവീസ് റോഡ് കാണാൻ വളരെ ഹൈറ്റിലാണുള്ളത്. തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലേക്കുള്ള എക്സിറ്റാണ്. ട്രക്കുകളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഇതുവരെ സ്പീഡ് ക്യാമറകളൊന്നും കണ്ടിട്ടില്ല ഈ റോഡിൽ. ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും തെങ്ങുകളൊക്കെ ആയിട്ട് എന്തൊരു രസമാണെന്നറിയോ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. സർവീസ് റോഡുകളിലെ യാത്രയും ശരിക്കും വൺ വേ ആണ്. പക്ഷേ പല സർവീസ് റോഡുകളിലും കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ 2 സൈഡിലേക്കും പോകുന്നതാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപകട സാധ്യതയും ഉണ്ട്. നമ്മളടുത്ത് തന്നെ കേന്ദ്രഭരണ പ്രദേശമായ മയ്യഴിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. പള്ളൂരാണ് മാഹിയിലേക്കുള്ള എക്സിറ്റ് ഉള്ളത്. മാഹി നേതൃത്വം മയ്യഴിയിലേക്കുള്ള എക്സിറ്റ്, പിന്നെ ആദ്യത്തെ എക്സിറ്റ് പള്ളൂരിലാണുള്ളത്. അവിടെ തന്നെ നാഷണൽ ഹൈവേയുടെ സൈഡിലൊരു പെട്രോൾ പമ്പും ഉണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ഒരു പെട്രോൾ പമ്പ് ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്.
അവിടെ ഒരു മേൽപ്പാലം കാണാം. അത് പള്ളൂരിൽ നിന്നും മാഹിയിലേക്ക് പോകുന്ന റോഡിലെ മേൽപ്പാലമാണ്. ഈ മേൽപ്പാലം കഴിഞ്ഞ ഉടനെയാണ് പള്ളൂരിലേക്കുള്ള എക്സിറ്റ്. പള്ളൂരിലേക്കുള്ള എക്സിറ്റാണ്. റൈറ്റ് സൈഡിൽ അവിടെ പെട്രോൾ പമ്പ് കാണാം. HP-യുടെ ഒരു പെട്രോൾ പമ്പ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പള്ളൂരിലുള്ള എക്സിറ്റ് എടുത്തു നമ്മൾ തിരിച്ചു വന്ന് ഓപ്പോസിറ്റ് സൈഡിലാണ്, തലശ്ശേരി കണ്ണൂരിൽ നിന്ന് മാഹിയിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് പെട്രോൾ പമ്പ് ഉള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ മയ്യഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. മാഹി അറിയാലോ, പെട്രോളിന് എപ്പോഴും വില കുറവാണ്. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന ആൾക്കാർ മാഹിയിൽ നിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ലിറ്ററിന് 10 രൂപയോളം ലാഭമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ബൈപ്പാസിലുള്ള ഒരേ ഒരു ട്രാഫിക് സിഗ്നലിലാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിഗ്നൽ ഓപ്പണായി. നമ്മൾ അഴിയൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കുകൾ ഓടുന്നുണ്ട് ഈ ബൈപ്പാസിലൂടെ. ബൈക്കുകൾക്ക് ടോൾ ഇല്ല, അത് ഫ്രീ ആയിട്ട് കടന്നു പോകാം. മാഹിപ്പുഴയുടെ പാലം വരുന്നുണ്ട്. ഇതാ മാഹിപ്പുഴയുടെ പാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യെസ്, മനോഹരമായ മയ്യഴിപ്പുഴ. ഇതൊക്കെ ഡ്രോൺ വെച്ചെടുത്താലേ ശരിയാകത്തുള്ളൂ, പുഴയൊക്കെ കാണുന്നുണ്ടെങ്കിൽ. മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എക്സിറ്റാണ് കടന്നുപോയത്. നമ്മൾ അഴിയൂരിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറിൽ കൂടുതലുള്ള യാത്ര, ഏകദേശം 20 മിനിറ്റ്. നമ്മളിപ്പം എടുത്തിരിക്കുന്നത് 15 മിനിറ്റ് ആണ്. പതിനഞ്ചിനും 20നും ഇടയ്ക്കുള്ള ഒരു സമയം കൊണ്ട് നമുക്ക് ഇത്രയും ദൂരം കവർ ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ നമ്മൾ അഴിയൂരിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഴിയൂരിൽ നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് ബൈപ്പാസിൽ മുന്നോട്ടുള്ള യാത്ര ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ എക്സിറ്റ് എടുത്ത് ബൈപ്പാസിൽ നിന്നും താഴെ ഇറങ്ങുകയാണ്. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെ കഴിഞ്ഞ 16 മിനിറ്റുകളായി നമ്മൾ നടത്തിയത്. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
താങ്ക് യു.